24 മെഗാ ബ്രേക്കിംഗ്. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ചിത്രം തെളിയുന്നു. മുഖ്യമന്ത്രി പദവിക്കൊപ്പം ധനവകുപ്പും വി ഡി സതീശൻ ഏറ്റെടുക്കും. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന സാഹചര്യത്തിലാണ് തീരുമാനമുള്ളത്. കോൺഗ്രസിൽ നിന്ന് 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. പുതുമുഖങ്ങളായ എം ലിജുവും ചാണ്ടി ഉമ്മനും ബിന്ദു കൃഷ്ണയും മന്ത്രിമാരാകും. സണ്ണി ജോസഫും കെ മുരളീധരനും പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും മന്ത്രിസഭയിലുണ്ടാകും. റിനു ശ്രീധർ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, ഒടുവിൽ ഏകദേശ ധാരണകളിലൊക്കെ ആയിട്ടുണ്ട്. അതിൽ ചിലരുടെ മന്ത്രിസ്ഥാനം ഇതിനോടകം ഉറച്ചു കഴിഞ്ഞു, ചിലരുടെ മന്ത്രിസ്ഥാനം ഇനിയും തുലാസിലാണ്. അവസാന വട്ടം എങ്ങനെയാണ്? ഇനിയിപ്പോൾ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുകയാണ്. വർഷ, അനൂപ്, നമുക്ക് അറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടി കോൺഗ്രസ് അധികാരത്തിലെത്തി. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം, പരിഭവങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകളൊക്കെ തന്നെ 11 ദിവസം നീണ്ടുനിന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു മാരത്തോൺ ചർച്ചകളിലേക്ക് തന്നെയാണ് ഇപ്പോൾ മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയുള്ളൊരു ചർച്ചയും നടക്കുന്നത്. ഇപ്പോഴും KPCC ആസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. എന്നാലും 8 പേർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ആ വിവരം. പുതുമുഖങ്ങൾ തന്നെയാണ് ഏറെയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എം ലിജുവും ചാണ്ടി ഉമ്മനും ബിന്ദു കൃഷ്ണയും മന്ത്രിമാരാകും. ഒപ്പം സണ്ണി ജോസഫും കെ മുരളീധരനും പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും മന്ത്രിമാരായി എത്തുമെന്നുള്ളതാണ്. ഇനി 3 പേർ ആരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേസമയം രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് തന്നെ ഉണ്ടാകും. വിജിലൻസും അദ്ദേഹത്തിന് തന്നെ ഉണ്ടാകുമെന്നുള്ള വിവരവും നമ്മൾ നേരത്തെ നൽകിയതാണ്. വി ഡി സതീശന് ധനകാര്യ വകുപ്പായിരിക്കും. മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശന് ധനകാര്യ വകുപ്പും ഒപ്പമുള്ള വകുപ്പുകളുമായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അന്തിമമായിട്ടുള്ളൊരു പട്ടികയിലേക്ക് എത്തുവാൻ വേണ്ടി കഴിഞ്ഞില്ല. ഏറ്റവും പ്രധാനം കേരള കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച. അവർ 2 സീറ്റ് വേണമെന്നുള്ളതിൽ ഉറച്ചു നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അനൂപ് ജേക്കബ് അല്പസമയം മുമ്പ് പുറത്തേക്ക് വന്ന് പറഞ്ഞത് ചർച്ചയൊന്നും സമവായത്തിലെത്തിയില്ല, നാളെയും ചർച്ച തുടരുമെന്നുള്ളതാണ്. ലീഗും അത്തരം ഒരു തീരുമാനത്തിൽ തന്നെയാണ്. അതായത് ഇന്ന് രാത്രിയോടുകൂടി ഗവർണർക്ക് പട്ടിക കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. പക്ഷേ അത് നടക്കില്ല. നാളെ ഉച്ചയോടെങ്കിലും നൽകാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനത്തിലേക്കാണ്. നാളെ രാവിലെയും ഈ മാരത്തൺ ചർച്ച നടക്കുമെന്നുള്ളതാണ്. എന്തായാലും ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വകുപ്പ് ഉറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ചെന്നിത്തല 2 പേരെ കൂടി IC ബാലകൃഷ്ണനെയും അൻവർ സാദത്തിനെയും മന്ത്രിസഭയിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, സമവായം ഒക്കെ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും KC വേണുഗോപാൽ RCS സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് അദ്ദേഹം ആഗ്രഹിക്കുന്നതൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതൊക്കെ തന്നെ നടക്കുമെന്നുള്ള ആ ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന്, KCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. അതൊക്കെ തന്നെ നടക്കുമോ എന്നുള്ളതാണ്. എന്തായാലും മാരത്തൺ ചർച്ചകൾ അവസാനിക്കുന്നില്ല. ഇപ്പോഴും KPCC ആസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെയുണ്ട്. അല്പസമയം മുമ്പ് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ കന്റോൺമെന്റ് ഹൗസിലേക്ക് പോയി. വീണ്ടും അദ്ദേഹം തിരിച്ചിവിടേക്ക് എത്തും എന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. എന്തായാലും ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നു. ഘടകകക്ഷികളും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷവും പങ്കുവയ്ക്കാനുള്ള വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.